FM Health Line. എന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടന്റെ മുഖത്ത് ഈ കണ്ണട ഇല്ലാത്തതാ നല്ലത്. അയ്യോ, കണ്ണട ഇല്ലെങ്കിൽ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ തന്നെ ഡോക്ടർ അഗർവാൾസിൽ പോകാം. ഡോക്ടർ അഗർവാൾസ് കൊച്ചി ഹോസ്പിറ്റൽ ഉൾപ്പെടെ 200-ലധികം ബ്രാഞ്ചുകളിലൂടെ സൗജന്യ നേത്ര പരിശോധന നടത്തി അഡ്വാൻസ് സർജറിയിലൂടെ കണ്ണടയോടെ ഗുഡ് ബൈ പറയാം. കാറ്ററാക്ട്, റെറ്റിന തുടങ്ങി നേത്ര സംബന്ധമായ ഏത് സർജറികൾക്കും സന്ദർശിക്കൂ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ, നിയർ MG റോഡ്, മെട്രോ സ്റ്റേഷൻ, കൊച്ചി. ഈ പരിപാടിയുടെ പ്രായോജകർ എന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടന്റെ മുഖത്ത് ഈ കണ്ണട ഇല്ലാത്തതാ നല്ലത്. അയ്യോ, കണ്ണട ഇല്ലെങ്കിൽ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ തന്നെ ഡോക്ടർ അഗർവാൾസിൽ പോകാം. ഡോക്ടർ അഗർവാൾസ് കൊച്ചി ഹോസ്പിറ്റൽ ഉൾപ്പെടെ 200-ലധികം ബ്രാഞ്ചുകളിലൂടെ സൗജന്യ നേത്ര പരിശോധന നടത്തി അഡ്വാൻസ് സർജറിയിലൂടെ കണ്ണടയോടെ ഗുഡ് ബൈ പറയാം. കാറ്ററാക്ട്, റെറ്റിന തുടങ്ങി നേത്ര സംബന്ധമായ ഏത് സർജറികൾക്കും സന്ദർശിക്കൂ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ, നിയർ MG റോഡ്, മെട്രോ സ്റ്റേഷൻ, കൊച്ചി. ഇന്ന് ഈ പരിപാടിയിൽ കണ്ണട ഒഴിവാക്കാനുള്ള ആധുനിക ചികിത്സകൾ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലിലെ കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർജൻ ഡോക്ടർ സഞ്ജന പിയുമായി അഭിമുഖം. ഇന്ന് FM ഹെൽത്ത് ലൈൻ സംസാരിക്കുന്നത് കാഴ്ച സംബന്ധമായ ചില പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ്. നമ്മൾ കൊച്ചു കുട്ടികളെ പോലും കാണാറുണ്ട് കണ്ണടകളായിട്ട്. ശരിക്കും നമുക്ക് കണ്ണട ഒഴിവാക്കി ഒരു വ്യക്തിക്ക് പൂർണ്ണ കാഴ്ച നൽകാൻ കഴിയുമോ? എങ്ങനെയാണ് എല്ലാവർക്കും കണ്ണട മാറ്റാൻ കഴിയുമോ? കണ്ണട പറയുമ്പോൾ നമുക്ക് അതൊരു റിഫ്രാക്റ്റീവ് എറർ ആണ്. ഇറ്റ് കുഡ് ബി ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റ് ഇല്ല എസ്റ്റിഗ്മാറ്റിസമിന്റെ കാരണം ആളുകൾ കണ്ണട ഇടാൻ സാധ്യമുണ്ട്. സോ പല ആൾക്കാർക്ക് ബൈ ദ ഏജ് ഓഫ് 5 years 6 years തന്നെ അവർക്ക് കണ്ണടികൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ കണ്ണട ഒഴിവാക്കാൻ വേണ്ടി സർജറീസ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 18 വയസ്സ് ക്രോസ് ആവാനും വേണം. സോ 18 വയസ്സ് ശേഷം ആൾക്കാർക്ക് കണ്ണട പവർ സ്റ്റേബിൾ ഉണ്ടെങ്കിൽ ഈ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും എസ്റ്റിഗ്മാറ്റിസം നമ്പേഴ്സിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലേസർ സർജറീസ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. അതേ ആ പ്രായത്തിലൊന്നും ചെയ്തില്ല, നമുക്കൊരു 40-45 വയസ്സായി, ഇപ്പോൾ നമുക്ക് തോന്നുന്നു ഇപ്പോൾ കണ്ണടി വേണ്ട, ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് ആണ്, എത്രത്തോളം വർഷങ്ങൾ നമ്മൾ കണ്ണട വെച്ചിട്ടുണ്ട്, അങ്ങനെ അവർക്ക് ഫീലിംഗ് ഉണ്ടായെങ്കിൽ പ്രീമിയം കാറ്ററാക്ട് ലെൻസസുകൾ ഇട്ടിട്ട് നമുക്ക് തിമിരം ഓപ്പറേഷൻ ചെയ്തിട്ട് 40ന്റെ ശേഷം ആൾക്കാർക്കും പെർമനന്റ് ആയിട്ട് ഗ്ലാസ് ഫ്രീ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ 18 വയസ്സ് വരെ കുട്ടികളുടെ ഈ കണ്ണിന്റെ കാഴ്ചശക്തിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണോ അതുവരെ സർജറി അഡ്വൈസ് ചെയ്യാത്തത്, ഉപദേശിക്കാത്തത്? നമ്മൾ നോർമലി സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പോൾ 18 വയസ്സിന്റെ വരെ നമുക്ക് കണ്ണിന്റെ സൈസും ചേഞ്ച് ആവാൻ ഒരു ടെൻഡൻസികൾ ഉണ്ടാവും. അതിന്റെ കാരണം നമ്മൾ നേരത്തെ ഇതിന് സർജറി ചെയ്താൽ 18-19 വയസ്സാകുമ്പോൾ വീണ്ടും കണ്ണിന്റെ ഷേപ്പ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ പവർ തിരിച്ചു വരാനൊരു ചാൻസ് ഉണ്ട്. സോ 95% ആൾക്കാർക്ക് ഒരു 18 വയസ്സ് 19 വയസ്സാകുമ്പോൾ ഇത് പവറുകൾ സ്റ്റേബിൾ ആയി പോകും. ഇതാണ് നമ്മളിത് നോർമൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷെ ചില ആൾക്കാർക്ക് 25-24 വയസ്സിലുണ്ടെങ്കിലും ചേഞ്ചസ് നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കാരണം നമ്മൾ മെയിൻ ക്രൈറ്റീരിയ 18 years ശേഷം ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1-2 വർഷം പവർ സ്റ്റേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ നോക്കിക്കോളൂ. ഈ ലാസിക് എന്ന് പറയുന്ന ശസ്ത്രക്രിയയെക്കുറിച്ച് പറയാമോ? ഇത് മാത്രമാണോ ശരിക്കും നമുക്ക് ഈ കണ്ണട ഒഴിവാക്കാൻ ചെയ്യാവുന്ന ശസ്ത്രക്രിയ? ഇപ്പോൾ ലാസിക് പറയുമ്പോൾ അതൊരു ട്രീറ്റ്മെന്റിന്റെ പേരാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ലേസർ റിഫ്രാക്റ്റീവ് സർജറീസ് ആണ് ഇതിന്റെ അണ്ടറിൽ ഒരു ട്രീറ്റ്മെന്റ് ഭാഗമാണ് ലാസിക്. പക്ഷെ അതേ രീതിയിൽ നമുക്ക് PRK, സ്മൈലും ICL ഈ രീതി പല ഓപ്ഷൻസുകൾ ആക്ച്വലി നമുക്ക് ഉണ്ട്. സോ ഇതിൽ വരുമ്പോൾ PRK പറയുമ്പോൾ ആദ്യത്തിൽ വന്ന ട്രീറ്റ്മെന്റ് ആണ് ഇത് പ്രോട്ടോകോൾ. നമ്മൾ നോർമലി കൃഷ്ണമണി മോളിലോട്ട് ഡയറക്റ്റ് ലേസർ ഇട്ടിട്ട് ചെയ്യാനാണ് ട്രീറ്റ്മെന്റ് PRK. അതിൽ കാഴ്ച ക്ലിയർ ആവാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 weeks മിനിമം ആയിട്ട് പേഷ്യൻസ് എടുക്കും. പ്രൊസീജിയർ ചെയ്ത ശേഷം 1-2 ദിവസം പേഷ്യൻസിക്ക് പെയിനും വാട്ടറിങ്ങും ഡിസ്കംഫർട്ടുകളും ഉണ്ടാവും. അതിന്റെ പകരമാണ് വന്നത് മാർക്കറ്റിൽ ഫെംറ്റോലാസിക്കും സ്മൈൽ പ്രൊസീജിയേഴ്സ് ആണ്. ഫെംറ്റോലാസിക് പ്രൊസീജിയറിൽ ഫെംറ്റോലാസിക് കോൺടൂർ ചെയ്യുമ്പോൾ നമ്മൾ കൃഷ്ണമണിന്റെ ചെറിയൊരു ഫ്ലാപ്പ് എടുത്തിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യാൻ. സോ സ്മൈൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൃഷ്ണമണിന്റെ ഒരു ചെറിയ ലേസർ പോയിട്ട് ഒരു റൗണ്ട് ആയിട്ട് ലെന്റിക്യൂൾ എടുത്തിട്ടാണ് വെളിയിലോട്ട് എടുക്കാൻ. നമ്മൾ വേറെ കൃഷ്ണമണിന്റെ ഭാഗങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല, കൂടുതലായിട്ട് പേഷ്യൻസിക്ക് ഡ്രൈനസ്സും വരാറില്ല, ആൻഡ് വിഷ്വൽ റിക്കവറിയും 2 to 3 days ഉള്ളിൽ പേഷ്യൻസിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണിച്ച് കിട്ടും. കൃഷ്ണമണി ഭയങ്കര കട്ടി കൃഷ്ണമണി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോർണിയ ബേസ്ഡ് പ്രൊസീജിയർ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആൾക്കാർക്ക് ICLും ഒരു ഓപ്ഷനാണ്.
ഇത് ശരിക്കും നമുക്ക് കണ്ണട ഒഴിവാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു ചികിത്സാ രീതിയാണോ ലാസിക്? അതെയാണ്. ലേസർ റിഫ്രാക്റ്റീവ് സർജറീസ് കണ്ണട ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യാനായിട്ട്. പല ആൾക്കാർക്ക് ഈ നേവിക്ക് പോകാൻ ആൾക്കാർ, എയർഫോഴ്സിക്ക് പോകാൻ ആൾക്കാർക്ക് അവർക്ക് ക്രൈറ്റീരിയ ഉണ്ടാവും. വിതൗട്ട് ഗ്ലാസസ് ആണ് അവർക്ക് ഇത്ര കാഴ്ച വേണം പറഞ്ഞിട്ട്. അവരാണ് മെയിൻ ആയിട്ട് വരാൻ ആൾക്കാർ. ഗ്ലാസ് ഫ്രീ ഓപ്ഷൻസ് ആര് നോക്കുന്നുണ്ടോ അവർക്കാണ് ഇത് ലേസർ റിഫ്രാക്റ്റീവ് സർജറിയാണ്. അല്ലാത്തൊരു രോഗമുണ്ട് കാരണം നമ്മൾ ഇത് ചികിത്സ വേണ്ടി ചെയ്യാൻ ട്രീറ്റ്മെന്റ് അല്ല ഇത്. ഇതിലെന്താണ് ശരിക്കും ചെയ്യുന്നത്? ഈ പ്രൊസീജിയർ എന്താണ് ശരിക്കും? നമ്മൾ കണ്ണിന്റെ ഏറ്റവും മുകളിലോട്ട് ഭാഗമാണ് കൃഷ്ണമണി. സോ ഈ ലേസർ റിഫ്രാക്റ്റീവ് സർജറി നമ്മൾ പറയുമ്പോൾ പല ടൈപ്സ് ഓഫ് ലേസേഴ്സ് നമ്മൾ യൂസ് ചെയ്യും. എബ്ലേഷൻ ഇല്ല ബർണിംഗ് വേണ്ടി ലേസർ ചെയ്യും, ഇല്ല ഫെംടോ ഇല്ല കട്ടിംഗ് ടെക്നോളജിന്റെ ലേസർ യൂസ് ചെയ്തിട്ട് കൃഷ്ണമണി നമ്മൾ കുറച്ച് റീഷേപ്പ് ചെയ്യും. ഈ റീഷേപ്പ് ചെയ്യാൻ കാരണമാണ് ആൾക്കാർക്ക് വിതൗട്ട് ഗ്ലാസസ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു കിട്ടും. പക്ഷേ റീഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് കൃഷ്ണമണി ആൾക്കാർക്ക് വേണം. ഇല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് ഇതിന്റെ കോംപ്ലിക്കേഷൻസും ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരെണ്ണം നമ്മൾ ഓവറായിട്ട് കറക്റ്റ് ചെയ്താൽ ചിലപ്പോൾ പേഷ്യൻസിക്ക് പ്ലസ് പവർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇല്ല കൃഷ്ണമണി മെലഞ്ചി പോയിട്ട് മുന്നോട്ട് കെരട്ടോകോണസ് ഈ രീതി രോഗങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. ഇതൊരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു ചികിത്സാ രീതിയാണോ അതോ ഇത് നമുക്കൊരു ഡേ കെയർ പ്രൊസീജിയർ ചെയ്ത് പോരാൻ കഴിയുമോ? കണ്ണിന്റെ മെജോറിറ്റി ട്രീറ്റ്മെന്റ്സ് ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. അതും ഈ ലേസർ സർജറി പറയുമ്പോൾ 2 കണ്ണുക്ക് നമ്മൾ ഒരേ ദിവസം ചെയ്യാൻ ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ കാരണം മാക്സിമം ഇറ്റ് ടേക്സ് അറൌണ്ട് 5 to 10 seconds പെർ ഐ ഇൻസൈഡ് ദി OT ആണ്. നമ്മൾ ആസ്പത്രിക്ക് വരുമ്പോൾ നോർമലി നിങ്ങൾക്ക് ഒരു 1 to 2 hours ഇല്ല 3 hours വെയിറ്റിംഗ് ടൈം ഉണ്ടാവും. പ്രീ ഓപ്പറേറ്റീവ്ലി കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ പറയും. പോസ്റ്റ് സർജറി മെഡിക്കേഷൻസും അതുക്ക് വേണ്ടി കെയറുകൾ എല്ലാം നമ്മൾ പേഷ്യന്റിക്ക് ഇൻഫോം ചെയ്യും. അതിനുശേഷം അവർക്ക് ഇറങ്ങാൻ പറ്റും. സോ മാക്സിമം ഹോസ്പിറ്റൽ സ്റ്റേ ഒരു 2 to 3 hours ഉണ്ടാവും ലേസർ സർജറീസ് ചെയ്യുമ്പോൾ. ബട്ട് പ്രൊസീജിയർ വൈസ് OT ഉള്ളിൽ ഇറ്റ് ടേക്സ് മാക്സിമം 5 to 10 minutes ആണ്. സാധാരണ ഇത്തരം സർജറികൾ ചെയ്യാനുള്ള ഏറ്റവും ശരിയായ പ്രായം ഏത് പ്രായം വരെയാണ്? ലേസർ റിഫ്രാക്റ്റീവ് സർജറീസ് പറയുമ്പോൾ നമ്മൾ ദൂരക്കാഴ്ച മാത്രമാണ് ശരിയാക്കിക്കൊണ്ടുള്ളത് ഈ പ്രൊസീജിയറാണ്. അതിന്റെ കാരണം 40 വയസ്സാണ് അതിന്റെ കട്ട് ഓഫ്. 40 വയസ്സ് ശേഷം വെള്ളെടുത്തിന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കും. അതിന്റെ കാരണം 40 വയസ്സ് ശേഷം ആൾക്കാർ ലേസർ സർജറീസ് വേണം പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധ്യമില്ല. സോ എനിത്തിങ് ബിറ്റ്വീൻ ഏജ് ഓഫ് 18 years to 40 years ഐഡിയൽ ആണ്. സോ എത്ര നേരത്തെ നിങ്ങൾ ചെയ്യുമോ അത്ര സമയം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്ലാസ് ഫ്രീ ഓപ്ഷൻസ് ആയിട്ട് കിട്ടും. 38 വയസ്സിൽ ചെയ്താൽ പിന്നെ 1-2 വർഷം ചിലപ്പോൾ നിങ്ങൾക്ക് കാഴ്ച ഫ്രീ ആയിട്ട് കിട്ടും വിതൗട്ട് ഗ്ലാസസ്. പക്ഷെ അതിന്റെ ശേഷം വെള്ളെടുത്തിന്റെ കാരണം വീണ്ടും റീഡിംഗ് ഗ്ലാസസ് ഇല്ല കമ്പ്യൂട്ടർ വിഷനുണ്ട് ഗ്ലാസസ് യൂസ് ചെയ്യാൻ വേണ്ടി വരും. സോ റിഫ്രാക്റ്റീവ് സർജറി ഇല്ല ലേസർ സർജറീസ് നമ്മൾ പറയുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 18 years to 40 years ആണ്. 40-45 വയസ്സിന് ശേഷം ഭൂരിഭാഗം പേർക്കും വരുന്നൊരു കാഴ്ച ശക്തിയുടെ കുറവാണ് വെള്ളെടുത്ത് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇത്തരം സർജറികൾ സഹായകമാകുമോ? ഈ സർജറി വെള്ളെടുത്ത് വന്ന ശേഷം ഒന്നും പ്രയോജനം വരണില്ല. 40 ശേഷം നമ്മൾക്ക് കണ്ണട ഒഴിവാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ഉണ്ട്. കണ്ണുള്ളിൽ ഇടാൻ ലെൻസുകൾ ഇംപ്ലാന്റഡ് ലെൻസസ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മൾ ക്ലിയർ ലെൻസ് എക്സ്ചേഞ്ച് ഇല്ല നേരത്തെ തിമിരം വരാൻ മുന്നേ നമ്മൾ കണ്ണിന്റെ ലെൻസ് എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ലെൻസ് കണ്ണുള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർക്ക് ദൂരക്കും ഇന്റർമീഡിയറ്റ് റീഡിംഗ് എല്ലാത്തും ലൈഫ് ലോങ് ആയിട്ട് അവർക്ക് ക്ലിയർ ആയിട്ട് കാണിച്ച് കിട്ടും. സോ ഇത് നോർമലി നമ്മൾ ക്ലിയർ ലെൻസ് എക്സ്ചേഞ്ച് ആണ് പേഷ്യൻസിന് പറയും. ഓൾറെഡി അവർ കണ്ണിൽ തിമിരം വന്നില്ലാവും പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ കണ്ണടി ഒഴിവാക്കാൻ വേണ്ടി ഈ പ്രീമിയം ലെൻസസ് ഇടുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ഗ്ലാസ് ഫ്രീ ഓപ്ഷൻസ് ആയിട്ട് കിട്ടും. ആൻഡ് ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആണ്. വീണ്ടും അവർക്ക് തിമിരം വരാറില്ല. കാറ്ററാക്ടിന്റെ സർജറി എന്ന് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട് ഒരു പാട നീക്കം ചെയ്യുകയാണ് എന്നൊക്കെ. അത് വളരെ വേദന ഉളവാക്കുന്നതാണോ എങ്ങനെയാണത്? ഇപ്പോഴത്തെ തിമിരം ഓപ്പറേഷൻസിൽ നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കാനാണോ ഇല്ല വലിയ കീറിയിട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒന്നും നമ്മൾ ചെയ്യാറില്ല. സോ ഇപ്പോഴത്തെ തിമിരം ഓപ്പറേഷൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. സോ ഇറ്റ് ടേക്സ് മിനിമം ഓഫ് 5 to 10 minutes മാത്രമാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. മരവിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഡ്രോപ്സ് ഇടും. ഡ്രോപ്സ് ഇട്ടിട്ടാണ് ചെറിയൊരു കീ ഹോളും പോലെ ഒരു 1 to 2 millimeter ഇൻസിഷൻ ആണ് ഇത് മുറിവ് ചെയ്യാനായിട്ട്. അതിന്റെ ഉള്ളിൽ ഒരു ഫേക്കോ പറഞ്ഞിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ട് കണ്ണുള്ളിലിന്റെ തിമിരം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ഫോൾഡബിൾ ലെൻസ് ആണ് ഇടും. 2 കാലം പോലെ കാറ്ററാക്ട് സർജറി ആവുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഒന്നുമല്ല. വളരെ കസ്റ്റമൈസ്ഡ് സർജറീസ് ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് ടോറിക് ലെൻസ് ചിലവർക്ക് ഇടാൻ വേണ്ടി വരും, ചിലവർക്ക് മൾട്ടിഫോക്കൽ ലെൻസും ട്രൈഫോക്കൽ ലെൻസ് ഈ രീതി പല ഓപ്ഷൻസുകളുണ്ട്. അത് ഡോക്ടേഴ്സ് അടുത്ത് സംസാരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ ഒരു ലൈഫ് ലോങ് ഏത് രീതിയുടെ കാഴ്ച നമുക്ക് വേണം അത് നമ്മളെ കയ്യിലുണ്ട്. സോ ഡോക്ടേഴ്സ് അടുത്ത് സംസാരിച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റും.
ആൻഡ് അതനുസരിച്ച് നിങ്ങൾക്കൊരു ലൈഫ് ടൈം ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ തിമിരം ഓപ്പറേഷൻ ശേഷവും ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി മാക്സിമം ഒരു 1 വീക്ക് വേണം. സോ ഒരു ആഴ്ച വീട്ടിലോട്ട് റെസ്റ്റ് എടുത്താൽ മതി. ആ സമയത്തിലോട്ട് TV നോക്കാനും പത്രം വായിക്കാനെല്ലാം ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പേഷ്യൻസിന് തല കുളിക്കണ്ട, മുഖമുക്ക് വെള്ളം ഇടണ്ട, ഭാര്യയായിട്ട് സാധനങ്ങളിനി പൊക്കി എടുക്കണ്ട. ഇതാണ് ബേസിക് ഇൻസ്ട്രക്ഷൻസ് അവർക്ക് പറയാൻ വേണ്ടി. അപ്പൊ ഈ 5-10 മിനിറ്റിൽ early കാറ്ററാക്ട്സ് നമ്മൾ തിമിരം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത്രത്തോളം കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. സോ പേഷ്യൻസ് വെളിയിലോട്ട് ഇറങ്ങി ഈവനിങ് ഇല്ല നൈറ്റ് ആവുമ്പോഴേ അവർക്ക് ഒരു കാണിച്ചേണ്ട ഐഡിയ കിട്ടും. സോ വെളുപ്പ് ഗ്ലാസ് തന്നെ അവർക്ക് തരും. സോ അടുത്ത ദിവസം തൊട്ടേ അവർക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണിച്ച് കിട്ടും. പക്ഷെ നേരത്തെ തിമിരം ഓപ്പറേഷൻ ചെയ്താൽ കാണിച്ച പെട്ടെന്ന് ശരിയാവും. 2-3 ദിവസമുള്ളിൽ അവർക്ക് അവരുടെ പണികൾ ചെയ്യാൻ പറ്റും. തിമിരത്തിന് വേണ്ടി ഏത് തരം ശസ്ത്രക്രിയയാണ് ഏറ്റവും നല്ലത് ശരിക്കും? തിമിരമുക്ക് വേണ്ടി നമുക്കിപ്പോൾ 2-3 ഓപ്പറേഷൻസ് രീതികളുണ്ട്. ആദ്യത്തിലാണ് നമ്മൾ SICS ഇല്ല വലിയ കീറി ഇട്ടിട്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. എവിടെ ലെൻസ് മൊത്തത്തിൽ വെളിയിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സൂച്ചേഴ്സ് സ്റ്റിച്ചേഴ്സ് എല്ലാം നമ്മൾ ഇട്ടുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം 1 മാസം 2 മാസം പേഷ്യൻസിക്ക് റെസ്റ്റ് വേണ്ടി വന്നുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് കീ ഹോൾ ഫേക്കോ ഇമൾസിഫിക്കേഷൻ ആണ്. ഇതിൽ ഒരു ചെറിയ ട്യൂബും പോലെ പെന്നിൻ്റെ നിബും പോലെ ചെറിയൊരു സാധനം കണ്ണുള്ളിൽ പോയിട്ട് മൊത്തത്തെ തിമിരമിനി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത ശേഷം അതേ മുറിവിൻ്റെ ഉള്ളിൽ നമ്മൾ ലെൻസ് ഇടുന്നുണ്ട്. സോ കീ ഹോൾ ഫേക്കോ ഇമൾസിഫിക്കേഷൻ സർജറിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ട്. ഈ ലേറ്റസ്റ്റ് ടെക്നോളജിൻ്റെ കാരണം മുറിവും പെട്ടെന്ന് ഉണങ്ങിപ്പോവും ആൻഡ് റിക്കവറി പീരീഡും വിതിൻ 1 വീക്ക് പേഷ്യൻസിക്ക് എല്ലാവരുടെ റെഗുലർ ആക്ടിവിറ്റീസ് റെസ്യൂം ചെയ്യാൻ പറ്റും. ഇത് 2 കണ്ണിലും ഒരേ സമയം ചെയ്യാൻ കഴിയുമോ? ഇല്ല, നമ്മൾ നോർമലി ലാസിക് സർജറി വരുമ്പോൾ 2 കണ്ണുക്ക് ഒരേ ദിവസം ചെയ്യും. പക്ഷെ കണ്ണുള്ളിൽ ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ നമ്മൾ പ്രിഫർ ആക്കും 1-2 ദിവസം ശേഷമാണ് അടുത്ത കണ്ണ് ചെയ്യാൻ വേണ്ടി. കാരണം എന്തുണ്ടായെങ്കിലും ചെറിയ കീട്ടാണു കണ്ണുള്ളിൽ പോയാൽ ചില സമയത്തിൽ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. പിന്നെയും ഒരേ ദിവസം നമ്മൾ സർജറി ചെയ്യാറില്ല. ഒരു കണ്ണ് ചെയ്തിട്ട് അടുത്ത ദിവസം ഇല്ല 2 ദിവസം ശേഷം നമുക്ക് മറ്റേ കണ്ണ് ചെയ്യാനോ ഒന്നും പ്രശ്നമില്ല. പണ്ടത്തെ പോലെ നമുക്ക് 1 മാസം വെയിറ്റ് ചെയ്യാൻ വേണം, 6 മാസം വെയിറ്റ് ചെയ്യാൻ വേണം, അങ്ങനെ ഒന്നുമില്ല. അടുത്ത ദിവസം തന്നെ മറ്റേ കണ്ണ് ചെയ്തിട്ട് 1 ആഴ്ച ശേഷം ജോലിക്ക് കയറാൻ പറ്റും ആൾക്കാർക്ക്. ഈ കാറ്ററാക്റ്റിന്റെ സർജറിയെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, ഇത് ശരിക്കും നമ്മൾ ഈ എല്ലാ സർജറിയിലും ലെൻസ് മാറ്റേണ്ടി വരുമോ? അതല്ലാതെ നമുക്ക് ആ പാട നീക്കിയാൽ മാത്രം മതിയോ? ഇല്ല, അങ്ങനെ പറ്റുന്നില്ല. നമുക്കിപ്പോൾ തിമിരം പറയുമ്പോൾ അതിലൊരു കണ്ണിൻ്റെ പവർ ഉണ്ടാവും. ഒരു 20 ഡയോപ്റ്റർ വരെ പവർ നമുക്ക് ആ കണ്ണിലുണ്ടാവും. സോ അത്ര പവർ നമുക്ക് റീപ്ലേസ് ആക്കാൻ വേണം. അത് നേരത്തെയാണ് പണ്ട് ഒരു 50 വർഷങ്ങൾ മുന്നേ ആണ് നമ്മൾ ലെൻസ് മാത്രം മാറ്റിയിട്ട് കട്ടി കണ്ണടി ഇടാൻ ആൾക്കാരെ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ എല്ലാവർക്കും നമ്മൾ തിമിരം ഓപ്പറേഷൻ ചെയ്ത ശേഷം കണ്ണുള്ളിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് അവിടെ വെക്കും. അതിന്റെ കാരണം അവർക്ക് കാണിച്ച് സമ്പൂർണ്ണം ക്ലിയർ ആയിട്ട് കിട്ടും. സോ ഇന്റർഓക്കുലർ ലെൻസ് ഇല്ല IOL ഇടാനായിട്ട് അത് നിർബന്ധമാണ്. അത് ഏത് രീതിയുടെ ലെൻസ് ആണ്, ഏത് ക്വാളിറ്റിയുടെ ലെൻസ്, അത് പേഷ്യൻസ് അയക്കാൻ പറ്റും. അപ്പോൾ ഈ തിമിര ശസ്ത്രക്രിയക്ക് എന്തായാലും ലെൻസ് ഇടേണ്ടി വരികയാണെങ്കിൽ നമുക്ക് പിന്നെ കണ്ണട ഒഴിവാക്കാനുള്ള ലെൻസ് തന്നെ ഇടാൻ കഴിയില്ലേ? നമുക്കിപ്പോൾ തിമിരം ഓപ്പറേഷനും പറയുമ്പോൾ ഈ ലെൻസ് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. സോ വി ഹാവ് മോണോഫോക്കൽ ലെൻസസ്. മോണോഫോക്കൽ ലെൻസ് പറയുമ്പോൾ ഈ ലെൻസിന്റെ കാരണം നിങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് മാത്രം ക്ലിയർ ആയിട്ട് കിട്ടും. കമ്പ്യൂട്ടർ വർക്കാണോ റീഡിംഗ് വർക്കെങ്കിൽ എല്ലാവർക്കും നിങ്ങൾക്ക് ഗ്ലാസ് ഇടാൻ വേണ്ടി വരും നിർബന്ധമായിട്ട്. അതിലും നമ്മൾ പ്രീമിയം ആയിട്ട് മോണോഫോക്കൽ ലെൻസ് പോയാൽ ചിലപ്പോൾ റീഡിംഗ് കുറച്ചും കൂടെ കംഫർട്ടബിൾ, ഒരു 80 to 90% നിങ്ങൾക്ക് റീഡിംഗ് വിതൗട്ട് ഗ്ലാസസ് ഉണ്ട്. ഒരു ചില കുറച്ച് ലെൻസുകളിൽ ബെനിഫിറ്റ് കിട്ടും. നെക്സ്റ്റ് ഓപ്ഷൻ ആണ് ഇപ്പോൾ ഹോം മേക്കേഴ്സ് ഇല്ല കൂടുതലായിട്ട് ഡ്രൈവിംഗ് ഒന്നും ഇല്ല ഇങ്ങനെ ആൾക്കാർക്ക് നമുക്ക് മൾട്ടിഫോക്കൽ ഇല്ല ട്രൈഫോക്കൽ ലെൻസുകളുണ്ട്. ഈ ലെൻസ് ഇടുമ്പോൾ ദൂരം അടുത്ത് റീഡിംഗും എല്ലാത്തും ക്ലിയർ ആയിട്ട് കാണിച്ച് കിട്ടും. പക്ഷെ ചില സമയത്തിൽ നൈറ്റിൽ വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലെയർ ഉണ്ടാവും. സോ ഇങ്ങനത്തെ പ്രശ്നം എനിക്ക് വേണ്ട, എനിക്ക് മാക്സിമം ഗ്ലാസ് ഫ്രീ ഓപ്ഷൻ വേണം, പക്ഷെ വിഷൻ ക്വാളിറ്റിയിൽ എനിക്ക് പെർഫെക്ഷൻ വേണം പറയുമ്പോൾ ആൾക്കാർക്ക് എക്സ്റ്റെൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസിന്റെ ലെൻസുകളും ഉണ്ട്. സോ ഈ ലെൻസ് ഇടുമ്പോൾ മാക്സിമം വർക്ക് ഗ്ലാസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ബുക്ക് വായിക്കുമ്പോഴും ഇല്ല ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ചിലപ്പോൾ കണ്ണട യൂസ് ചെയ്യാൻ വേണ്ടി വരും. സോ നമ്മൾ മെയിൻ എയിം ചെയ്യും ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി. ഈ പ്രായ ആൾക്കാർ കണ്ണട വെക്കുമ്പോൾ അതൊരു ബൈഫോക്കൽ ലെൻസ് ആണോ പ്രോഗ്രസീവ് ലെൻസ് ഉണ്ടെങ്കിലും കണ്ണട എവിടെ വെച്ചിട്ടുണ്ട് അത് സൂക്ഷിക്കാൻ വേണം. കണ്ണടി പൊട്ടിച്ച് പോയാൽ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം ആയത് കാരണം മാക്സിമം ഗ്ലാസ് ഫ്രീ ഓപ്ഷൻസ് ആണ് പേഷ്യൻറ്റിക്ക് പറയും. ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെൻസുകൾ അയക്കുമ്പോൾ ഡോക്ടർ നിങ്ങൾക്കൊരു ടോറിക് ലെൻസ് ഇടാൻ വേണം പറഞ്ഞാൽ അത് ഓപ്ഷൻ എടുത്താൽ നല്ലതാണ്. ഇത് കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ ആണ് ക്വാളിറ്റി ഓഫ് വിഷൻ നല്ല ആക്കാൻ വേണ്ടി. സോ ടോറിക് ലെൻസ് നമ്മൾ കൃഷ്ണമണിന്റെ ഷേപ്പിന്റെ അനുസരിച്ച് ഇടാൻ ഓപ്ഷൻ ആണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ ടോറിക് ലെൻസ് എന്ന്, ഇത് ഓപ്ഷണലാണോ? വേണമെങ്കിൽ
മതിയോ അതല്ലാതെ വെക്കാൻ കഴിയും? നമ്മൾ കണ്ണട പ്രിസ്ക്രിപ്ഷൻ മേടിക്കുമ്പോൾ സ്പെരിക്കലാണോ സിലിണ്ടറിക്കലാണോ അങ്ങനെ പകുതി പവറിന്റെ കണ്ണട പ്രിസ്ക്രിപ്ഷൻ മേടിക്കാറില്ല. സോ അങ്ങനെ ആവുമ്പോൾ ടോറിക് ഇപ്പോഴത്തെ കാലന്റെ ഒരു ഓപ്ഷൻ അല്ല. കണ്ണിൽ സ്കാൻ നോർമലി സർജറി മുന്നേ കുറച്ചും കൂടെ എ സ്കാൻ ആണോ ബയോമെട്രി ആണോ നമ്മൾ എടുക്കും. സോ പവറിന്റെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ സ്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ടോറിക് പവർ ഉണ്ട്, ഈ പവർ കറക്ഷൻ ചെയ്താൽ നല്ലതാണ് പറയുമ്പോൾ അതൊരു വേണ്ട പറഞ്ഞ ആൾക്കാർക്ക് സ്ഥിരം കണ്ണട ഇടാൻ വേണ്ടി വരും. പക്ഷെ അത് ഇട്ട ശേഷം അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. സോ ഞാൻ അധികം ആൾക്കാർക്ക് പറയും ടോറിക് ലെൻസ് ഒരു ഓപ്ഷൻ അല്ല, അത് ഒരു നിർബന്ധിച്ചിട്ട് നിങ്ങൾ എടുത്താൽ നിങ്ങളത് ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആവും. ഈ ലേസർ ശസ്ത്രക്രിയയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടല്ലോ, എന്താണ് ശരിക്കും ഇതിന്റെ പുറകിലുള്ള ആളുകളുടെ? ലേസർ നമ്മൾ സർജറി പറയുമ്പോൾ ഇപ്പോൾ 18 വയസ്സ് ശേഷം ഇപ്പോൾ നമുക്ക് ലേസർ ചെയ്താൽ മുന്നോട്ട് പോയിട്ട് പവർ തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്, ഇതാണ് ഒരു മിത്താണ്. പക്ഷെ അങ്ങനെ ഒന്നും അല്ല. നിങ്ങളിത് പവർ സ്റ്റേബിൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പവർ നോർമലി തിരിച്ച് വരുന്നില്ല. രണ്ടാമത്തെ കാര്യങ്ങളാണ് ഈ ലേസർ ഓപ്പറേഷൻ ചെയ്ത ശേഷം കാഴ്ച പൂർത്തി നഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. അഗൈൻ ഇതൊരു മിത്തല്ല. ചിലവർക്ക് കട്ടി കൃഷ്ണമണി ഉണ്ടായെങ്കിലും തിന്നായിട്ട് കൃഷ്ണമണി ഉണ്ടായെങ്കിലും ചിലവർ ഫോഴ്സ്ഫുൾ ആയിട്ട് ഡോക്ടർക്ക് ഇതേ പ്രൊസീജിയർ വേണം പറഞ്ഞിട്ട് അവർ പോകും. അങ്ങനെ ആവുമ്പോൾ കൃഷ്ണമണിയുടെ ഷേപ്പ് ചേഞ്ച് ആയിട്ട് മുന്നോട്ട് കാഴ്ച നഷ്ടമാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ലേസർ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് നോർമലി വരുന്നില്ല. മൂന്നാമത്തെ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് പെർമനന്റ് ആയിട്ട് ഗ്ലാസ് ഫ്രീ ഓപ്ഷൻ ആയിട്ട് കിട്ടും, അതും ശരിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസിക് സർജറീസ് നമ്മൾ ഡിസ്റ്റൻസ് കറക്ഷനൊക്കെ മാത്രമാണ് ചെയ്യാൻ. 40 വയസ്സ് ശേഷം ചെയ്ത ആൾക്കാർക്കും ചെയ്തില്ലെങ്കിലും വെള്ളെടുത്ത് വരും. 50 വയസ്സാകുമ്പോൾ തിമിരം വരും. അതിന്റെ കാരണം ഈ ഒരു ഗ്ലാസ് ഫ്രീ ഡിസ്റ്റൻസ് കറക്ഷനൊക്കെ മാത്രം ബെനിഫിറ്റ് ആവും, അല്ലാത്ത റീഡിംഗ് ആണ് 40 ഇയേഴ്സ് ശേഷം ഇല്ല ക്വാളിറ്റി ഓഫ് വിഷൻ ആഫ്റ്റർ 50 ഇയേഴ്സ് എല്ലാവർക്കും ഇതിന്റെ ചേഞ്ചസ് വരും. പക്ഷേ ഈ തിമിരം 50 വയസ്സിൽ വരണമെന്ന് നിർബന്ധമില്ല, ഇത് ചിലപ്പോൾ സോ തിമിരം വരാനായിട്ട് ചിലവർക്ക് 40 വയസ്സാവുമ്പോഴേ വരാൻ ചാൻസ് ഉണ്ട്, ചിലവർക്ക് 70 ആയിട്ടുണ്ടെങ്കിലും തിമിരം വരാറില്ല. സോ കാറ്ററാക്ട് മെയിൻലി ഒരു രോഗമല്ല, അത് നമ്മൾ ന്യൂട്രീഷണൽ ഡയറ്റിന്റെ അനുസരിച്ച് നമ്മളത് ഹെൽത്തിന്റെ അനുസരിച്ച് അത് പ്രോഗ്രസ് ആവും. ഡയബറ്റീസ് ഉണ്ട് ആൾക്കാർക്ക്, ഇല്ല വേറെ ഏതും സ്കിൻ ട്രീറ്റ്മെന്റ്സ് ഇല്ല കിഡ്നി ട്രീറ്റ്മെന്റ്സ് ഇല്ല വേറെ ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റീറോയിഡ്സ് കഴിക്കാൻ ആൾക്കാർ ഇല്ല ന്യൂട്രീഷണലി ഭയങ്കര മോശമായിട്ടുണ്ട് ആൾക്കാർക്ക് തിമിരം ചിലപ്പോൾ നേരത്തോളം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവർക്ക് ചിലവർക്ക് ട്രോമാറ്റിക് ഇഞ്ചുറി വന്ന ശേഷം കാറ്ററാക്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ ഏതൊരു ഏജ് ഉണ്ടെങ്കിൽ ഇതൊരു രോഗമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല. ഈ നമ്മളത് നാച്ചുറൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് ലെൻസ് എപ്പോ അതിൽ കുറച്ചും കൂടെ ഒപ്പാസിറ്റീസ് വരുമോ കുറച്ചും കൂടെ ചേഞ്ച് വന്നിട്ട് ആൾക്കാർക്ക് കാഴ്ചയിൽ മൂടാപ്പ ഉണ്ടാവോ ആ സമയമാണ് നമ്മളത് തിമിരമായിട്ട് പറയും. സോ ഇറ്റ് ക്യാൻ ബി അറ്റ് എനി ഏജ്. പക്ഷേ അതായത് കാരണം ദൂരെ കാഴ്ച കുറവായി ഇല്ല വായിക്കാനൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, വണ്ടി ഓടിക്കുമ്പോൾ ഡിസ്റ്റർബൻസസ് ഉണ്ട്, ഇത് കണ്ണിൽ ഒരു മാത്രം സർജറിയാണ് വേർ വി ക്യാൻ ഗിവ് ഓൾമോസ്റ്റ് നിയർ 100% ഗ്യാരണ്ടി വിഷനിന് റിട്രീവ് ചെയ്യാൻ വേണ്ടി. വേറെ ഏത് രോഗത്തിലും നമ്മൾ ഇത്ര ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയാൻ സാധ്യമല്ല. റീപ്ലേസ്മെന്റ് ചെയ്താൽ നല്ല കാഴ്ച കിട്ടും പറഞ്ഞു. സാധാരണ ഈ ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് പ്രമേഹം ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഉള്ളവർക്ക് ഈ രീതിയിലുള്ള ചികിത്സ സാധ്യമാണോ? സാധ്യമാണ്. ഇപ്പോൾ സിസ്റ്റമിക് ഡിസീസസ് നമ്മൾ പറയുമ്പോൾ പ്രമേഹം ഉണ്ടായെങ്കിൽ ഇല്ല BP ഉണ്ട ആൾക്കാർക്ക് സർജറിന്റെ മുന്നേ അതിനെ കൺട്രോൾ ചെയ്തിട്ട് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഹൈ അൺകൺട്രോൾ ഡയബറ്റീസ് ഉണ്ടായെങ്കിൽ അവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് എല്ലാവർക്കും അറിയും മുറിവ് ഉണങ്ങാൻ വേണ്ടി ഡയബറ്റിക് ആൾക്കാർക്ക് ഭയങ്കര ഡീലേ ഉണ്ടാവും. അതിന്റെ കാരണം ഓപ്പറേഷനൊക്കെ വേണ്ടി വരുമ്പോൾ സമയത്തിൽ ഷുഗർ കൺട്രോൾ ഉണ്ടായെങ്കിൽ നമുക്കത് ചെയ്യാനൊന്നും കുഴപ്പമില്ല. രണ്ടാമത്തെ ഈ പ്രമേഹമുണ്ട ആൾക്കാർക്ക് അൺകൺട്രോൾഡ് ആൾക്കാർക്ക് നരമ്പിന്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. സോ അങ്ങനെ ആവുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് ലെൻസുകൾ ഓപ്ഷൻസ് തരും. അവർക്ക് വേണ്ടി ലെൻസസ് എല്ലാത്തും നമുക്ക് ഇടാൻ പറ്റുന്നില്ല. സോ ഏറ്റവും ബെസ്റ്റ് അവർക്ക് ഏത് ഓപ്ഷൻ നമുക്ക് തരാനുണ്ട് അതാണ് ഇടും. മൂന്നാമത്തെ ഈ സ്ട്രോക്ക് വന്ന ആൾക്കാർ ഇല്ല ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ട് ആൾക്കാർ അവർക്ക് നോർമലി ഇക്കോസ്പിരിൻ ഇല്ല ആസ്പിരിനും ക്ലോപ്പിറ്റാബ് ആ രീതി മെഡിസിൻസുകൾ നോർമലി അവർ കഴിക്കാറുണ്ട്. സോ നമ്മൾ ഈ കീ ഹോൾ ഫേക്കോ സർജറികൾ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ഈ ടാബ്ലറ്റ്സ് നിർത്താനൊന്നും നിർബന്ധമില്ല. അവർക്ക് ദേ ക്യാൻ ടേക്ക് ദിയർ മെഡിക്കേഷൻസ് ആൻഡ് കം ഫോർ ദ സർജറി. പക്ഷെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ സൂക്ഷിച്ചിട്ട് എല്ലാം നോക്കിക്കോളും. കണ്ണിൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ, കണ്ണിൽ വേറെ ഒന്നും നരമ്പിന്റെ ഡാമേജസ് കൃഷ്ണമണി ഡാമേജസ് ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് അവൈലബിൾ ലെൻസ് ഓപ്ഷൻസ് അവർ തരും. സാധാരണ കണ്ണിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയാറുണ്ട് കണ്ണിലെ പ്രഷറിന്റെ കാര്യം, ഗ്ലോക്കോമയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം സർജറികൾ നമുക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ? ഗ്ലോക്കോമ രോഗത്തിൽ
കേസിൽ അവർക്ക് സൈഡിൻ്റെ വിഷനാണ് കാണിച്ച് പോകും. പക്ഷേ തിമിരം വരുമ്പോൾ അവർക്ക് നേരെ നോക്കുമ്പോൾ വിഷന് ക്ലിയർ ആയിട്ട് കാണാനില്ല. സോ ഗ്ലോക്കോമ ഉണ്ട് ആൾക്കാർക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിമിരം ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. ബിക്കോസ് ഇതേ ഒരു രീതിയിൽ നമുക്ക് അവർക്ക് കാണിച്ചാൽ കുറച്ചും കൂടെ ശരിയാക്കാൻ പറ്റും. ഗ്ലോക്കോമ ഒരു ഇറിവേഴ്സിബിൾ ഡിസീസാണ്. സോ അതിൻ്റെ കാരണം അത് നമുക്ക് മെഡിസിൻസ് കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ആക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൂടി തിമിരം വരുമ്പോൾ അവർക്ക് ഭയങ്കര മോശമായിട്ട് കാഴ്ച ഉണ്ടാവും. സോ നേരത്തെ തിമിരം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നേരെ കാണിച്ച് അവർക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ അവർക്ക് നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര പ്രീമിയം ലെൻസസ് ഓപ്ഷൻസ് അവർക്ക് തരാറില്ല. ബിക്കോസ് ഓൾറെഡി കാഴ്ച കുറച്ച് കോംപ്രമൈസ്ഡ് ആയതാണ്. സോ അതിൻ്റെ കാരണം അവർക്ക് സിംഗിൾ വിഷൻ ഇല്ല മോണോഫോക്കൽ ലെൻസസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് നമ്മൾ പേഷ്യൻസിക്ക് പറയും. സോ ഗ്ലോക്കോമ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും വേറെ ഏതും കണ്ണിൽ അസുഖം ഉണ്ടായെങ്കിലും തിമിരം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം കാഴ്ച എത്ര നഷ്ടമായിട്ടുണ്ടല്ലോ അത് സമ്പൂർണ്ണമായിട്ട് പേഷ്യൻസിന് തിരിച്ചു തരാൻ പറ്റും. കണ്ണട ഒഴിവാക്കി കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനുള്ള വിവിധ രീതികളെക്കുറിച്ച് സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു. കണ്ണട ഒഴിവാക്കാനുള്ള ആധുനിക ചികിത്സകൾ ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റലിലെ കോർണിയ ആൻഡ് റിഫ്രാക്റ്റീവ് സർജൻ ഡോക്ടർ സഞ്ജന പിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. എന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടന്റെ മുഖത്ത് ഈ കണ്ണട ഇല്ലാത്തതാ നല്ലത്. അയ്യോ, കണ്ണട ഇല്ലെങ്കിൽ കുഴപ്പാ. ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ തന്നെ ഡോക്ടർ അഗർവാൾസിൽ പോകാം. ഡോക്ടർ അഗർവാൾസ് കൊച്ചി ഹോസ്പിറ്റൽ ഉൾപ്പെടെ 200-ലധികം ബ്രാഞ്ചുകളിലൂടെ സൗജന്യ നേത്ര പരിശോധന നടത്തി അഡ്വാൻസ് സർജറിയിലൂടെ കണ്ണടയോട് ഗുഡ് ബൈ പറയാം. കാറ്ററാക്ട്, റെറ്റിന തുടങ്ങി നേത്ര സംബന്ധമായ ഏത് സർജറികൾക്കും സന്ദർശിക്കൂ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ, നിയർ MG റോഡ്, മെട്രോ സ്റ്റേഷൻ, കൊച്ചി. ഈ പരിപാടിയുടെ പ്രായോജകർ എന്താ ഒന്നും മിണ്ടാത്തെ? ചേട്ടന്റെ മുഖത്ത് ഈ കണ്ണട ഇല്ലാത്തതാ നല്ലത്. അയ്യോ, കണ്ണട ഇല്ലെങ്കിൽ കുഴപ്പാ. ഒരു കുഴപ്പമില്ല, നമുക്ക് നാളെ തന്നെ ഡോക്ടർ അഗർവാൾസിൽ പോകാം. ഡോക്ടർ അഗർവാൾസ് കൊച്ചി ഹോസ്പിറ്റൽ ഉൾപ്പെടെ 200-ലധികം ബ്രാഞ്ചുകളിലൂടെ സൗജന്യ നേത്ര പരിശോധന നടത്തി അഡ്വാൻസ് സർജറിയിലൂടെ കണ്ണടയോട് ഗുഡ് ബൈ പറയാം. കാറ്ററാക്ട്, റെറ്റിന തുടങ്ങി നേത്ര സംബന്ധമായ ഏത് സർജറികൾക്കും സന്ദർശിക്കൂ ഡോക്ടർ അഗർവാൾസ് ഐ ഹോസ്പിറ്റൽ, നിയർ MG റോഡ്, മെട്രോ സ്റ്റേഷൻ, കൊച്ചി. FM ഹെൽത്ത് ലൈൻ.